ever do this in your presentation? പല പ്രസൻറ്റേഷൻസും ഫ്ലോപ്പ് ആവാനുള്ള കാരണം എന്താണെന്നറിയോ? നമുക്ക് പ്രസൻറ്റേഷൻ ഉണ്ട്, സ്പീച്ച് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുക? ആദ്യം ഗൂഗിളിൽ അടിക്കും. ഇപ്പോൾ ഒരു മീറ്റിങ്ങിനെ കുറിച്ചുള്ള സെഷനാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഹൗ ടു കണ്ടക്ട് മീറ്റിംഗ്സ് ടിപ്സ് എന്താണ്? ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ChatGPT ഇട്ട് കൊടുക്കും. ഓക്കെ, ഐ വോണ്ട് ടു ഡെവലപ്പ് എ സ്പീച്ച് ഓൺ മീറ്റിംഗ്സ് ആൻഡ് ഹൗ ടു ഡു ഇറ്റ്. ഓക്കെ, ChatGPT കുറച്ച് പോയിന്റ്സ് തരും. അപ്പോൾ ആ പോയിന്റ്സ് വെച്ച് നമ്മൾ സ്ലൈഡ് ഉണ്ടാക്കും. ആ സ്ലൈഡും വെച്ച് അങ്ങോട്ട് തിരിഞ്ഞ് നിന്ന് സ്ലൈഡ് ഇങ്ങനെ മാറ്റി സ്ലൈഡ് വായിക്കുന്ന പോലെ സംസാരിക്കും. ഇറ്റ് ഇസ് സേഫ്. നമ്മൾ മിസ്റ്റേക്സ് ഒന്നും വരുത്തില്ല, നമ്മൾ മറന്നു പോകില്ല, നമ്മൾ ഡെയിലി സ്റ്റക്ക് ആവില്ല. പക്ഷേ ആ സ്പീച്ച് ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യും. ഞാൻ പ്രസൻറ്റേഷൻ തുടങ്ങുമ്പോൾ ഇപ്പോൾ പോലും എനിക്ക് കിട്ടുന്നൊരു ഫീഡ്ബാക്കാണ്, ആർ യു ടെല്ലിങ് എ സ്റ്റോറി? കാരണം സ്റ്റോറി പറയുമ്പോൾ ആ ഒരു പ്രസൻറ്റേഷനും നമ്മളും തമ്മിലൊരു പേഴ്സണൽ കണക്ഷൻ ഉണ്ടാവും. നമ്മളും പ്രസൻറ്റേഷനും തമ്മിലൊരു പേഴ്സണൽ കണക്ഷൻ ഉണ്ടെങ്കിൽ നമ്മളും ഓഡിയൻസ് തമ്മിലൊരു പേഴ്സണൽ കണക്ഷൻ ഉണ്ടാവും. അല്ലാതെ ഇൻഫോർമേഷൻ എല്ലായിടത്തും അവൈലബിൾ ആണ്. ആ സെയിം ഇൻഫോർമേഷൻ വീണ്ടും വീണ്ടും പറയുന്ന ഒരു തത്തമ്മയായി കഴിഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? ആളുകളായിട്ട് കണക്ട് ചെയ്യുക. പക്ഷേ നെക്സ്റ്റ് ടൈം വെൻ യു ഗോ ഫോർ യുവർ പ്രസൻറ്റേഷൻ, it is safe to get information and present it as it is to the audience, but it won't connect with the audience. അപ്പോൾ നിങ്ങളുടെ സ്റ്റോറി, നിങ്ങളുടെ മനസ്സിൽ വരുന്ന ആശയങ്ങൾ, ഇതെല്ലാം നിങ്ങളുടെ പ്രസൻറ്റേഷനിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒറിജിനാലിറ്റി ഉണ്ടാവും, ഒരു കണക്ഷൻ ഉണ്ടാവും, നിങ്ങളുടെ പ്രസൻറ്റേഷൻ പൊളിയാവുകയും ചെയ്യും. ഓൾ ദി ബെസ്റ്റ്.